ആ എസ് ബി അക്കൗണ്ട് അല്ലേ? നമ്പർ എത്രയാണ്? 234. ഓക്കെ, ഇന്ന് തന്നെ വന്നോളൂ. ഓ താങ്ക് യു സർ. മിസ്റ്റർ വേണുഗോപാൽ ഇന്നലെ അവിടെ ലേറ്റ് ആയിട്ടാണ് പോയതെന്ന് അറിഞ്ഞു. ക്യാഷ് ടാലി ചെയ്യാൻ കുറച്ച് താമസിച്ചു. അല്ല, മിസ്റ്റർ വേണുവിന് ഇപ്പൊ എത്രയുണ്ട് ശമ്പളം? ഒരു 900-ന് വരും. കഴിഞ്ഞ മാസം 1000 രൂപ ബാങ്കിലേക്ക് പേ ചെയ്തുവെന്ന് കേട്ടല്ലോ, ശരിയാണോ? അത് ചില ദിവസങ്ങളിൽ ക്യാഷിൽ കുറവ് വരും, അതുകൊണ്ടാ. അത് ശരി. ശമ്പളത്തേക്കാൾ കൂടുതൽ തുക ബാങ്കിലേക്ക് കൊടുക്കുക, പിന്നെന്തിനാ ഈ ജോലി? ആട്ടെ, ക്യാഷിൽ ഇരിക്കണ്ട എന്ന് തീരുമാനിച്ചാലോ? അയ്യോ, അത് വേണ്ട സാർ, ടൈം വരുമ്പം മാറിക്കോളാം. കാശ് പോയാലും ആ ഇരിപ്പൊരു സുഖമാണെങ്കിൽ നോ പ്രോബ്ലം. എനിത്തിങ് എൽസ്? അക്കൗണ്ട് നമ്പർ 33 നെടുമങ്ങാട് കൃഷ്ണൻ. കഴിഞ്ഞ ആഴ്ച കൊണ്ടിട്ട ചെക്കാണ്, പാസ്സായിട്ടുണ്ടെന്ന് നോക്കാം. വേണോ വേണോ ഞാനായിരുന്നില്ല വിളിപ്പിച്ചത്. ആ കടക്കകത്തിരുന്ന് ഒരുത്തർ ഒളിഞ്ഞു നോക്കുന്നുണ്ടോ എന്നൊരു സംശയം. ആ നോക്കട്ടെ. വേണോട്ട് എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്? ഇവനൊന്നും വേറെ ഒരു പണിയില്ലേ. അറിയിക്കോ, ഞാൻ ഈ മരത്തിൽ ഒരു ചെറിയ ബോർഡ് എഴുതി വെക്കാൻ പോവാ. ബോർഡോ? എന്ത് ബോർഡ്? ഈ ബസ് സ്റ്റോപ്പ് എന്നൊക്കെ എഴുതി വെക്കില്ലേ, അതുപോലൊരു ബോർഡ്. എന്താണ് എഴുതുന്നറിയാമോ? സ്കൂട്ടർ സ്റ്റോപ്പ്. വേണുവേട്ടന്റെ സ്കൂട്ടർ രാവിലെ വൈകിട്ടും ആളെ കയറ്റാനും ഇറക്കാനും ഇവിടെയല്ലേ നിർത്തുന്നത്? അങ്ങോട്ട് വരാൻ എനിക്ക് നാണമായതുകൊണ്ടല്ലേ. എന്റെ വേണുവേട്ട, നാണം ഇല്ലേ എപ്പോഴും ഇങ്ങനെ നാണമാണെന്ന് പറയാൻ? നാണം ഉള്ളതുകൊണ്ടല്ലേ സുലു നാണമാണെന്ന് പറയുന്നത്. നാണം ഇല്ലേ പിന്നെ നാണം കെട്ടാനെന്ന് പറയില്ലേ? അല്ല, എന്തോ അത്യാവശ്യ കാര്യം പറയാനായിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതെ. എന്നിട്ട് നമുക്ക് മറന്നുപോയോ? പറയാൻ തുടങ്ങിയതാ, അപ്പോഴല്ലേ ആ വൈകുന്നേരക്കാരൻ വന്നത്. റിസർച്ച് നമുക്ക് കല്യാണം കഴിക്കണ്ടേ? ഇപ്പോഴാ? ഇപ്പഴല്ലെന്ന്. കല്യാണം കഴിക്കാൻ നമ്മൾ നേരത്തെ തീരുമാനിച്ചല്ലേ? തീയതി നിശ്ചയിച്ചു. അത് മാത്രമല്ലേ ഉള്ളു തീരുമാനിക്കാൻ. അത് തന്നെ, കറക്റ്റ്. വേണുവേട്ട, എന്റെ കാര്യങ്ങളൊക്കെ വേണുവേട്ടനറിയാലോ. അച്ഛനില്ല, അമ്മയില്ല, ബന്ധുക്കളില്ല, നാടും നാട്ടുകാരുമില്ല. ജോലി കിട്ടിയ നാൾ മുതൽ സിന്ധുവിനെയും കൂട്ടി ദേശാടനം നടത്തുകയായിരുന്നു. ഇനി സിന്ധുവിന്റെ കാര്യം. കല്യാണക്കാര്യം പറയുമ്പോഴും സുലുവിന് സിന്ധുവിന്റെ ചിന്തയാ. എന്നാ താന്റെ കാര്യം ചെയ്യാം, അവളെ തന്നെ കല്യാണം കഴിച്ചു. തമാശ കളയും വേണോട്ടാ. അവളെ കുറിച്ച് ചിന്തിക്കാൻ ഞാനല്ലാതെ വേറെ ആരാണുള്ളത്? അതുകൊണ്ട് പറഞ്ഞതാ. സുലുവിന് സിന്ധുവെങ്കിലും ഉണ്ട്, എനിക്കോ? ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് അച്ഛനും അമ്മയും മരിച്ചു. പിന്നുള്ളത് രണ്ടും ചേട്ടന്മാരാ. അവരൊക്കെ അവരുടെ കാര്യം നോക്കി പോയി, എന്നെ തനിച്ചാക്കിയിട്ട്. ഞാൻ എന്ത് ചെയ്യണമെന്നാ വേണോട്ടും പറയുന്നത്? താൻ സിന്ധുവിനെ സംരക്ഷിച്ചു, കൂട്ടത്തിൽ എന്റെ കാര്യം കൂടെ നോക്കണമെന്ന് മാത്രം. ഇത് കേട്ട അങ്ങനെ ചിരിക്കാതിരിക്കും. വേണ്ടോട്ട് എത്ര പാവായിപ്പോയല്ലോ. പാവൊന്നുമല്ല. അപ്പൊ തീയതി അത് വേണോട്ടും തന്നെ അങ്ങ് തീരുമാനിച്ചാ മതി. നമുക്ക് ഈ അമ്പലത്തിൽ വെച്ചുള്ള പരിപാടിയൊന്നും വേണ്ട. ഈ മാലയൊക്കെ ഇട്ട് വല്ലരുടെ ഒക്കെ മുമ്പിരിക്കാൻ എനിക്കൊന്നും കാണാം. പിന്നെ എങ്ങനെയാ? നമുക്ക് വല്ല രജിസ്റ്റർ ഓഫീസിലും പോയി ഒതുക്കത്തിൽ ഒപ്പിട്ട് സ്ഥലം പറ്റും. വേണോട്ടിന്റെ ഇഷ്ടം. നാണിച്ചിരിക്കുകയാണല്ലേ? എനിക്ക്
ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. ആപ്പാടെ ഉള്ളത് സിനിമ കണ്ടുള്ള പരിചയമാണ്. അത് പിന്നെ വെറും അഭിനയല്ലേ. സുലുവിന് വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? അല്ല, ഈ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച്. എന്താ കേട്ടാ, എനിക്ക് ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാവും? അതോർത്തില്ല. എങ്ങനാ തുടങ്ങണ്ടെന്ന് എനിക്കൊരു നിശ്ചയമില്ല. ഇതൊക്കെ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? എന്നാ വല്ല പുസ്തകം മേടിച്ച് വായിക്കാന്ന് വിചാരിച്ചതാ. എന്ത് പുസ്തകം? കാമശാസ്ത്രമോ ലൈംഗിക വിജ്ഞാനം കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും. പിന്നെന്താ വായിക്കാൻ? വല്ല കടയിലും പോയി ചോദിക്കാൻ പറ്റുമോ? അവരെല്ലാം വിചാരിക്കില്ലേ? എന്നാ വല്ല പിള്ളേരെ വിട്ട് വായിപ്പിക്കാന്ന് വെച്ചാൽ അവന്മാരിത് വായിക്കുകയും ചെയ്യും, നാടുകളിൽ നടന്ന് പറഞ്ഞ് പാട്ടാക്കുകയും ചെയ്യും. അത് ശരിയാ, ആളുകൾ അറിഞ്ഞ മോശമല്ലേ? ഇതൊക്കെ ആണെങ്കിലും ഞാനൊരു സാധനം സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താ അത്? എന്ത് കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ചാണെന്നറിയോ? കണ്ട പാടെ ഇങ്ങെടുത്തോളം പറഞ്ഞു പൊതിഞ്ഞു കെട്ടി സൂക്ഷിച്ചുകൊണ്ട് വെച്ചിരിക്കുക. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇതിലുണ്ടാവും. പൊതിയെന്ന് വെച്ചാൽ നോക്കട്ടെ. ഇല്ലേ, നോക്കട്ടെ. ഇതെവിടുന്ന് സംഘടിപ്പിച്ചു? അതൊന്നും ചോദിക്കരുത്. സാധനം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇനി ഒരു പുസ്തകം സംഘടിപ്പിക്കാനുണ്ട്. ഇപ്പൊ വേണ്ട, കുറച്ച് കഴിഞ്ഞാലും മതി. എന്ത് പുസ്തകം? പ്രസവാനന്തര ശുശ്രൂഷ അഥവാ കുട്ടികളെ വളർത്തുന്നത് എങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നൈറ്റിനെ പറ്റി വിവരമില്ലാത്ത ആളാ പ്രസവ ശുശ്രൂഷ നടത്താൻ പോകുന്നത്. അതെ, നമുക്കൊന്ന് വായിക്കണ്ടേ? ഇതിനുവേണ്ട തുടങ്ങാൻ. ഇരിക്കെ ഇരിക്കെ. ചടങ്ങ് എന്താ കോളേജ് പുതിയ സ്ഥാനങ്ങൾ വരുന്ന ദിവസമായതുകൊണ്ട് സെലക്ഷൻ നടത്തുമായിരിക്കും അല്ലേ? ഏയ് അങ്ങനൊന്നുമില്ല. നീ എന്താ രാവിലെ ഇതുവഴി? ചുമ്മാ നടക്കാന്ന് കരുതി. എന്നാ വാ, കുറച്ചേരം കാറി അടക്കാം. കേറിക്കോ. ആ, താരാട്ടിന്റെ കാസറ്റ് ഉണ്ടോ? എന്തോ? താരാട്ടിന്റെ കാസറ്റ് ഉണ്ടോന്ന്? അയ്യോ, കാസറ്റ് ഇല്ല. വേണേ പാടിത്തരാം. എന്ത്? താരാട്ട് വേണേ പാടിത്തരാം. പിന്നെ സ്നേഹപ്രവാഹം ഉണ്ട്, വേണോ? ഉഗ്രൻ അഭിനയമായിരുന്നു. സത്യം പറഞ്ഞ ആ നോട്ടം കണ്ടപ്പോഴേ ഞാൻ പേടിച്ചുപോയി. ഇന്നെങ്കിലും എനിക്ക് ജോലിക്ക് പോണം. എന്ത് ജോലി? ഇന്ന് ലീവ് എടുത്തേ? അത് വേണ്ട, 2 ദിവസത്തെ ലീവ് കഴിഞ്ഞ് ഇന്ന് വന്നതല്ലേ ഉള്ളൂ. ഇന്നെങ്കിലും ചെന്നില്ലെങ്കിൽ മാനേജർ ബഹളം ഉണ്ടാക്കും. ശരി, മാനേജർ ബഹളം ഉണ്ടാക്കും. കൊണ്ടുവിട്ടേക്കാം. എന്താ എത്ര ധൃതി? 2-3 ദിവസമല്ലേ കണ്ടിട്ട്, അതുകൊണ്ടാ. ആ വൃത്തിയായിട്ട സ്ത്രീയെ എന്തിനാ ഇവിടെ കയറ്റിയത്? ഞാൻ അവര് വർത്താനം പറയാൻ വന്നതാ. അവരുമായിട്ടുള്ള കമ്പനി ഒന്നും വേണ്ട കേട്ടോ. അവരെന്താ സോഫിയ വന്നോടം പെട്ടെന്ന് പോയേ?
നിങ്ങൾ തമ്മിൽ പിണക്കമാണോ? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ലെങ്കിൽ തന്നെ നിന്നെ എന്തിനാ കുറ്റം പറയുന്നത്? ഇതൊന്നും നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ അറിയാതിരിക്കുക നല്ലത്.